അങ്ങനെ കാലം പോയി ഇടതുപക്ഷം വലിയ അതിതീവ്ര വലതുപക്ഷമാകുന്നു. വലതുപക്ഷം കുറേശ്ശെ ഈ ഇടതുപക്ഷത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ വരുന്നു. ഒരു കേഡർ സ്വഭാവത്തിലേക്ക് വരാനുള്ള ശ്രമം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMനുമുള്ള വർഗ ബഹുജന സംഘടനകൾ പോലെ പുതിയ സംഘടനകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് വി ഡി സതീശൻ. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ വി ഡി സതീശൻ ഒരു ലെഫ്റ്റ് മനസ്സും കൈകാര്യം മനസ്സിലാക്കിയിട്ടുള്ള ലെഫ്റ്റിൻ്റെ ഐഡിയോളജി അല്ല, അവരുടെ സംഘടനാ സംവിധാനമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ. കാരണം നേരത്തെ ഹരിത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടിരുന്നു വി ഡി സതീശൻ വന്നിരുന്നു പരിസ്ഥിതി. ഇപ്പോഴാ ജോയി മാത്യു വളരെ പ്രമുഖനായിട്ടുള്ള സിനിമാ നടനാണ്, സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാകാരനാണ്, മാത്രമല്ല വലിയ സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ജോയ് മാത്യു തിരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ UDFന് വേണ്ടി, പ്രത്യേകിച്ച് വി ഡി സതീശനെ പോലെയുള്ള വളരെ പ്രമുഖരായ നേതാക്കൾക്ക് വേണ്ടി ജോയ് മാത്യു പ്രചരണത്തിനിറങ്ങുന്നു. രണ്ടാമതൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്ന സമാഗമത്തിൽ അല്ലെങ്കിൽ സംഗമത്തിലാണ് ജോയ് മാത്യുവും വി ഡി സതീശൻ തമ്മിലുള്ള ചർച്ച നടന്നത്. അതിൽ പുതിയൊരു സാംസ്കാരിക സംഘടനയും കൂടെ വരുന്നു. രസകരമാണ്. കോൺഗ്രസിനൊരു സംസ്കാര സാഹിതി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് നമ്മുടെ ആര്യാടൻ ഷൗക്കത്തും സംഘവും ഒക്കെ നയിക്കുന്നതാണ്. കലാസംഘടനയാണ്. പാലോട് രവി അടക്കമുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന വലിയ സാംസ്കാരിക രംഗത്തെ സകല ആളുകൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന പുതിയൊരു സാംസ്കാരിക സംഘടന കൂടി കോൺഗ്രസ് രൂപം കൊടുക്കുന്നു. കോൺഗ്രസ് അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗുണമുണ്ട്. പ്രേംകുമാറിന് വന്നാലും സ്പേസായി. മാത്രമല്ല ഇടതുപക്ഷത്ത് നിൽക്കുന്ന പിന്നെ ശക്തമായി ഇടതുപക്ഷത്ത് നിൽക്കുകയും ഇടതുപക്ഷത്തിൻ്റെ ഈ ചെയ്തികളിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന സാംസ്കാരിക നായകന്മാർക്ക് ഇപ്പുറത്ത് MN കാരശ്ശേരിക്ക് സ്പേസായി. അതുപോലെ തന്നെ പിന്നെ ജോയ് മാത്യുവിന് സ്പേസായി, പ്രേംകുമാറിന് സ്പേസായി. ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന സാംസ്കാരിക നായകർക്കെല്ലാം വലിയ ഒരു സ്പേസ് ഇപ്പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സാംസ്കാരിക സംഘടന വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കോൺഗ്രസ് പ്രൊഫഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസ്സിന് JS അടൂർ, സാമുൽ അടൂർ അദ്ദേഹം നേരത്തെ ഇൻ്റർനാഷണലായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള ആളാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ വളരെ പ്രമുഖനാണ് JS അടൂർ. അദ്ദേഹത്തിന് അവിടെ അടൂരിലും കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പഠന ഗവേഷണ വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അച്യുത് ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക വിഭാഗമുണ്ട്, പരിസ്ഥിതി വിഭാഗമുണ്ട്, കാലാവസ്ഥ, അങ്ങനെ എന്തെല്ലാം വർഗ ബഹുജന സംഘടന സംവിധാനങ്ങൾ CPMനുണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുണ്ടോ അതിന് സമാന്തരമായി വലിയ രീതിയിലുള്ള പരിപാടികളാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പകരം ശാസ്ത്രവേദിയാണ് അച്യുത് ശങ്കർ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ശാസ്ത്രവേദി, അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇവിടെ അവിടെ പുരോഗമന കലാസാഹിത്യ സംഘമുണ്ടെങ്കിൽ ഇവിടെ പുരോഗമന കലാസാഹിത്യ സംഘമല്ല, മറ്റു പേരിൽ സാംസ്കാരിക സംഘടന വരുന്നു. എന്തായാലും ഇടതുപക്ഷത്തിന് പഠിക്കുകയാണ് വലതുപക്ഷം. അതൊരു മാത്രമല്ല നയങ്ങളിൽ ഒരുപാട് നയങ്ങളിൽ ഇടതുപക്ഷമാണ് പലപ്പോഴും അഴിമതി വിരുദ്ധതയും ഒരു പരിസ്ഥിതി സംരക്ഷണവും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും കൊണ്ടും നടന്നത് ഇടതുപക്ഷമാണ്. അത് മുഴുവൻ വലതുപക്ഷത്തേക്ക് മാറി വലതുപക്ഷം ഒരു ഇടതുപക്ഷമായി മാറുന്നതും ഇടതുപക്ഷം തീവ്ര വലതുപക്ഷ വർഗീയ പ്രീണന നയത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റ് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കേരളത്തെ സിംഗപ്പൂറാക്കാൻ നടക്കുന്ന ഒരു മുതലാളിത്ത രാഷ്ട്രമാക്കി കേരളത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വലിയ ഹോംവർക്ക് CPM ചെയ്യുമ്പോൾ ഇപ്പുറത്തൊരു ഇടതുപക്ഷ ലൈനിലുള്ള ഇപ്പോൾ ആശാ വർക്കേഴ്സ് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ആശാ വർക്കേഴ്സിനുള്ള ഓണററി വർധന ഉണ്ടാവുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ആശാ വർക്കേഴ്സും ആരെ കൂടെ നിൽക്കും? ഇടതുപക്ഷത്തിൻ്റെ കൂടെ അല്ലേ നിൽക്കാൻ UDFിൻ്റെ കൂടെ അല്ലേ നിൽക്കാൻ കഴിയുള്ളൂ, ഇടതുപക്ഷത്തിനെതിരായിട്ടല്ലേ നിൽക്കാൻ കഴിയുള്ളൂ. അത് ഈ കാര്യം അംഗനവാടിക്കാർ, ആശാ വർക്കേഴ്സ്, അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും വി ഡി സതീശൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലും വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്ഷിപ്പിന് പിന്നിൽ അണിനിരക്കുന്നു. പിന്നെ മലയാള മനോരമയുണ്ട്, വാർത്താ താരമൊക്കെ ആക്കി ഇങ്ങനെ അടിച്ച് പൊക്കി റെഡിയാക്കി വി ഡി സതീശനെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വി ഡി സതീശനെ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഇവരുടെ പുതിയുഗ യാത്രയിൽ കൊണ്ടുപോയത് 1/2 കിലോമീറ്റർ ദൂരെ നിന്ന് ആൾക്കാരെല്ലാം അവിടെ പൊക്കിയെടുത്ത് തറയിൽ നിർത്താതെ ഇങ്ങനെ എയറിലൂടെ കൊണ്ടുപോവുകയായിരുന്നു വി ഡി സതീശനെ. അങ്ങനെ വലിയ PR വർക്ക് കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ PR വർക്ക് മാത്രമല്ല ഹോംവർക്കും ചെയ്യുന്നുണ്ട് വി ഡി സതീശൻ. ആ ഹോംവർക്ക് വളരെ ശരിയായിട്ടൊരു ഹോംവർക്കാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ അവസാനത്തെ ഹോംവർക്കാണ് ജോയ് മാത്യുവിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ പുതിയൊരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകുന്നു. കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്താലും വിമർശിച്ചോളൂ, അതൊരു സ്വതന്ത്ര സംഘടനയാണ്. എന്നാലും കോൺഗ്രസിൻ്റെ ആഭിമുഖ്യമുള്ള ജനാധിപത്യം കൂടുതൽ വരുന്നൊരു സംഘടന. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ
എം.എൻ. കരശ്ശേരിക്കും പ്രേംകുമാറിനും അങ്ങനെ തുടങ്ങി കൽപ്പറ്റ നാരായണനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ ജോർജ് ഓണക്കൂറും അടക്കമുള്ള സാംസ്കാരിക നായകന്മാർക്കെല്ലാം ഒന്നിച്ച് കൂടാനുള്ള വലിയൊരു വേദി, ഒരു സാംസ്കാരിക സദസ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. CR നീലകണ്ഠനെ പോലുള്ള, തണൽ ശ്രീധരനെ പോലെയുള്ളവർ, അങ്ങനെയുള്ള ഒത്തിരി ആളുകളൊക്കെ ഇപ്പോൾ തന്നെ ആൾറെഡി കോൺഗ്രസിന് വേണ്ടി പിന്നെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കൊള്ളാം. വളരെ രസകരമായിട്ടുള്ള ഒരു കേരളമാണ് കാണുന്നത്. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ജോസഫ് സി മാത്യു, KM ഷാജഹാൻ ഇവരെല്ലാം UDFനെ ഇങ്ങനെ അധികാരത്തിൽ കയറ്റുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും പിണറായി വിരുദ്ധത വന്ന് അത് CPM വിരുദ്ധതയിലേക്ക് പോയി. അവസാനം ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച, പുതിയ സംഘടനകൾ തന്നെ കേരളത്തിൽ വരുന്നു. പുതിയ സംഘടന വരുന്നു, സാംസ്കാരിക സംഘടന വരുന്നു. ജോയ് മാത്യുവിനെ പോലുള്ളവരെ അതിൻ്റെ രംഗത്ത് കൊണ്ടുവരുന്നു. പ്രേംകുമാർ പിണങ്ങി നിൽക്കുന്ന പ്രേംകുമാറിനെ കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ പുതിയ ഒരു സാംസ്കാരിക കേരളം തന്നെ മാറാൻ സാധ്യതയുണ്ട്. പണ്ട് നേരത്തെ ഇത് വലിയ പരീക്ഷണം നടത്തിയതാണ്. എല്ലാ സാംസ്കാരിക നായകരും കൂടുതൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്നുള്ള ഗുണങ്ങൾ എന്താണ്? അത് സതീശൻ മനസ്സിലാക്കണം. എന്താ ഗുണം? ചിന്ത മാഗസിനുണ്ട്, അതിനകത്ത് എഴുതാം. ദേശാഭിമാനിയുണ്ട്, ദേശാഭിമാനിയിൽ എഴുതാം. ദേശാഭിമാനി മാഗസിനുണ്ട്, അതിനകത്ത് എഴുതാം. കൈരളി ചാനലുണ്ട്, അതിനകത്ത്. അപ്പോൾ സാഹിത്യകാരന്മാർക്ക്, അതുപോലെ സാഹിത്യ അക്കാദമി, പിന്നെ ലളിതകലാ അക്കാദമി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി സാഹിത്യ സാംസ്കാരിക നായകർക്ക് ഇടപെടാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. ഒരു ലേഖനം എഴുതിയാൽ 500 രൂപ അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് 500 രൂപയാണോ രഹസ്യമായിട്ട് കിട്ടുന്ന 500 രൂപയാണോ വലുത്? ഇവിടെ വലിയ ആദർശമാണോ വലുത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സ്പേസ് ഉണ്ടാക്കുന്നതിൽ രമേശ് ചെന്നിത്തല ചാമ്പ്യനായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല ഒരു 1ാം സ്ഥാനത്തല്ല, പ്രതിപക്ഷ നേതാവുമല്ല, പിന്നെ മുഖ്യമന്ത്രിയാവുന്ന സ്ഥാനത്തുമല്ലല്ലോ. അതുകൊണ്ട് VD സതീശൻ എന്തായാലും ആ സ്ഥാനത്ത് വന്നു. VD സതീശൻ വളരെ ഗൗരവമായി ഇതൊക്കെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത് വേണ്ടത് പരിസ്ഥിതിക്ക് സംവിധാനം ഉണ്ടാക്കണം. അത് ഇപ്പോൾ ഒരു JS അടൂരിൻ്റെ കൂടെയുള്ളൊരു കമ്മിറ്റിക്ക് അകത്താണ് നിൽക്കുന്നത്. അതുപോരാ, കേരളത്തിൽ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത പരിപാലനവും വലിയൊരു വിഷയമാണ്. അതിന് സെപ്പറേറ്റ് സംവിധാനത്തെക്കുറിച്ച് KPCC ആലോചിക്കണം. അങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും ചിന്തിച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊണ്ടുവന്ന് പ്രൊഫഷണലുകളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് VD സതീശനും KPCC മാറുന്നു എന്നുള്ളതും UDF അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. എന്തായാലും ഇടതുപക്ഷത്തിന് മാത്രമല്ല ബുദ്ധിജീവികൾ, ഞങ്ങൾ ഇടതുപക്ഷത്തെ ബുദ്ധിജീവികളെ കൊണ്ടുവന്ന് ഞങ്ങൾ വലതുപക്ഷത്തും ബുദ്ധിജീവി സംവിധാനം ഉണ്ടാക്കുമെന്നുള്ള പ്രഖ്യാപിത നയത്തിലാണ് നമ്മുടെ VD സതീശൻ.